ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സ്റ്റിച്ചിങ്ങിന് തന്നെ പല രീതിയിലായിട്ട് നമുക്ക് തരംതിരിച്ച് എങ്ങനെ വരുമാന മാർഗ്ഗം ഉണ്ടാക്കാമെന്ന് നോക്കാം. പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിച്ചിങ് എന്ന് പറയുമ്പം അതിലൂടെ മാത്രമേ നമുക്ക് അതിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സ്റ്റിച്ചിങ് അറിയാം, നമുക്ക് തയ്ക്കാൻ അറിയാം, അതിലൂടെ നമുക്കൊരു ഇൻകം ഉണ്ടാക്കാം എന്നുള്ള രീതി മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. നമുക്ക് സ്റ്റിച്ചിങ് അറിയാമെങ്കിൽ അതിന് പല പല മേഖലകളായിട്ട് തിരിച്ച് നമുക്ക് ഇഷ്ടമുള്ള മേഖലകൾ ഏതാണെന്ന് കണ്ടെത്തി അത് നല്ലൊരു വരുമാന മാർഗ്ഗമായിട്ടൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരുപാട് നല്ല രീതിയിൽ അങ്ങ് തയ്ക്കാനൊന്നും അറിയാത്തവർക്ക് ഒരുവിധം സ്റ്റിച്ച് ചെയ്യാൻ അറിയാം. അവർക്ക് ബോഡി ഷേപ്പ്, അതുപോലെ തന്നെ നമുക്ക് കൈവച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇറക്കം കുറച്ച് കൊടുക്കുക, അല്ലാതെ മെത്തേഡോ ട്രെയിനറോ അങ്ങനെ നമുക്ക് വലിയ രീതിയിൽ തയ്യൽ അറിഞ്ഞുകൂടാത്തവർക്ക്, നമ്മൾ പ്രൊഫഷനായിട്ട് അളവൊക്കെ എടുത്ത് തയ്ക്കാൻ അറിഞ്ഞുകൂടാത്തവർക്ക് അങ്ങനെ രീതിയിൽ ആ രീതിയിൽ നമുക്ക് നല്ലൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കാം. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വരുമാനമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരോടൊക്കെ മുമ്പിൽ കൈ നീട്ടാതെ നമുക്ക് ആ രീതി നമുക്കൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ മറ്റ് പ്രൊഫഷണലായിട്ട് തയ്ക്കാൻ അറിഞ്ഞുകൂടാത്തവർക്ക് ഈ രീതിയിലൊക്കെ നമുക്ക് ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കിയെടുക്കാം. അടുത്തൊന്നാണ് നമുക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ ഫോക്കസ് ചെയ്ത്, ഇപ്പോൾ നൈറ്റിയാണ് തയ്ക്കാറെങ്കിൽ നൈറ്റിയൊക്കെ തയ്ക്കാനാണെങ്കിൽ ഒരുവിധം നല്ല എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റും. ഒരു 2-3 യൂട്യൂബ് വീഡിയോകളൊക്കെ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അത് നമ്മളൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഒന്ന് മടിയൊക്കെ മാറ്റി വെച്ച് വേണമെന്ന് വിചാരിച്ച് നമുക്കതിൽ നിന്ന് ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരു നൈറ്റി ഒന്ന് അടിച്ച് പഠിക്കുക. പഴയ നൈറ്റി തുണികൾ വെച്ചിട്ട് പഴയതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് 2 പ്രാവശ്യം ഒന്ന് വെട്ടി തയ്ച്ച് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് നൈറ്റി. ആ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അടുത്തുള്ളവർക്കും അല്ലെങ്കിൽ അത് അത് കടയിലൊക്കെ പോയി ചോദിക്കാൻ ധൈര്യമുള്ളവർക്ക് ആ രീതിയിലും നമ്മൾ കടയിലൊക്കെ ചോദിച്ച് അവിടെ നിന്നൊക്കെ ഓർഡർ എടുക്കുക. ഇനി അങ്ങനെയൊന്നും ധൈര്യമില്ലാത്തവർക്ക് ഓൺലൈനായിട്ട് ഇങ്ങനെ ബിസിനസ് നടത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നടത്താം. ഇൻസ്റ്റഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ അങ്ങനെ അതിന് ധൈര്യമുള്ളവർക്ക് അങ്ങനെയും ഒരു വരുമാനം നേടിയെടുക്കാം. ഇനി അതൊക്കെ കുറച്ച് അറിഞ്ഞ് വെച്ചിരുന്നാൽ കഴിഞ്ഞാൽ നമ്മൾ ഈ നൈറ്റിയൊക്കെ യൂണിറ്റുകളിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്ന് മനസ്സിൽ കരുതി നമ്മളൊന്ന് അന്വേഷിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ചെയ്ത ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടുമെന്നോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആകുമെന്നൊന്നും കരുതണ്ട. നമ്മൾ ചെറിയ പടികളായിട്ട് മുൻപോട്ട് വെച്ചിട്ടും അതിൽ നിന്ന് നമുക്ക് വലിയതായിട്ട് കിട്ടും, നമുക്ക് വലിയ രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു പോസിറ്റീവ് തോട്ട് തന്നെ നമ്മൾ മനസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ തോന്നും. ഇത് നമ്മൾ 1-2 ചെയ്ത് അഥവാ 2-3 ദിവസം നമുക്ക് വർക്കില്ല അല്ലെങ്കിൽ കിട്ടിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ പരാജയപ്പെടുമ്പോൾ നമ്മൾ മൊത്തത്തിൽ അങ്ങ് ഡിസ്പഴിച്ച് തീർന്ന് ഇനി നമുക്ക് ഇതൊന്നും ആരും തരാൻ പോകണില്ല അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള നെഗറ്റീവ് തോട്ട് കൊടുക്കുമ്പം തന്നെ നമ്മൾ എല്ലാ കാര്യത്തിലോട്ടും ബാക്കിലോട്ട് വലിയാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കുറ്റം പറഞ്ഞ് അയ്യോ അത് നമ്മൾ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ ഉള്ള നെഗറ്റീവ് തോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ബാക്കിലോട്ട് വരും. അതിന് പകരമായിട്ട് ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും, 1-2 വർക്കുകൾ കിട്ടിയാൽ അതിന് നമ്മൾ നന്ദി പറഞ്ഞിട്ട് ഇനിയും നമുക്ക് നല്ല രീതിയിൽ വർക്കുകൾ വരും, കുറച്ച് താമസിച്ചായിരുന്നാലും നമുക്കിതെല്ലാം ചെയ്ത് നമുക്കതിലൂടെ ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്നുള്ളൊരു പോസിറ്റീവ് തോട്ട് കൊടുത്ത് മനസ്സിന് ധൈര്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം നേടിയെടുക്കാൻ പറ്റും. അതിനെന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ഏത് ബിസിനസ്സായിരുന്നാലും അതിൻ്റെ നല്ല രീതിയിലൊന്ന് പഠിക്കുക. എന്നിട്ട് അതിനൊന്ന് വലിയ രീതിയിൽ തന്നെ ഒന്ന് സ്വപ്നം കാണുക. സ്വപ്നം കാണുന്നതിന് ഇപ്പോൾ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. നമ്മൾ ആ രീതിയിലൊന്ന് സ്വപ്നം കണ്ടാൽ മാത്രമേ അതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരികയുള്ളൂ, നമുക്കതൊക്കെ നേടിയെടുക്കാനും പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു നല്ല ചിന്ത കൊടുക്കുമ്പം തന്നെ നമ്മുടെ മനസ്സിന് നല്ല സന്തോഷമാണ് കിട്ടുന്നത്. ഇതുകൊണ്ട് നമുക്ക് വരുമാന മാർഗ്ഗം കിട്ടും, നമ്മുടെ ദൈവം അതിനുള്ള വക നമ്മളിൽ ഒപ്പിച്ച് തരും, നമുക്ക് ഈ നല്ല രീതിയിൽ ഈ നല്ല ബിസിനസ്സുകൾ വിജയിപ്പിക്കും എന്നൊക്കെ ഉള്ളൊരു പോസിറ്റീവ് തോട്ട് തന്നെ നമ്മൾ മനസ്സിൽ കൊടുക്കുക. അതൊക്കെ തന്നെ നമുക്ക് സന്തോഷം തരുകയും ചെയ്യും, നമുക്ക് അതിനുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് തുറന്നു വരികയും ചെയ്യുള്ളൂ.
അടുത്താണ് നമുക്ക് നല്ല രീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാമെങ്കിൽ നല്ല ബൊട്ടിക്ക് രീതിയിലും നമുക്ക് സ്റ്റിച്ചിങ്ങിനെ തന്നെ നല്ല രീതിയിൽ വരുമാന മാർഗ്ഗമാകുന്നു. ഇപ്പോൾ ഈ പറയും പോലെ തന്നെ ചെറിയ രീതിയിൽ തുടങ്ങിയ ആൾക്കാരാണ് ഇപ്പോൾ ബൊട്ടിക്ക് രീതിയിലൊക്കെ വലിയ വലിയ ബൊട്ടിക്കുകളൊക്കെ ഇട്ട് നല്ല രീതിയിൽ സക്സസ്ഫുള്ളായിട്ട് പോകുന്നതും ആ രീതിയിലും വരുമാന മാർഗ്ഗം സ്റ്റിച്ചിങ്ങിലൂടെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ എപ്പോഴും ഒരേ ലെവലിൽ ഇരിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു പോസിറ്റീവ് കൊടുക്കുക. നമുക്ക് സ്റ്റിച്ചിങ്ങിലൂടെ നമുക്കൊരു വരുമാന മാർഗ്ഗം നമ്മളെ ആവശ്യങ്ങൾക്ക് ഉള്ള പൈസ നമുക്ക് ഉണ്ടാക്കണം. നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ആരുടെ മുമ്പിലും കൈ നീട്ടാണ്ട് വരരുത്. നമുക്കൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ചിന്തയോട് കൂടി നമ്മളൊന്ന് കുറേശ്ശെ ആക്ഷൻ എടുത്ത് അത് മുന്നോട്ട് പോവുക. അത് നമ്മൾ ദിവസം ഒരു ചെറിയ രീതിയിലെങ്കിലും ആക്ഷൻ എടുക്കുമ്പോൾ അതിൽ കൂടുതൽ നമുക്ക് ചെയ്യാനും പറ്റും. നമ്മൾ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള മനോഭാവം കൊണ്ട് നമുക്ക് കൂടുതൽ വർക്കുകൾ കിട്ടുകയും ചെയ്യും. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലേ എന്ന് മടി പിടിച്ചിരിക്കുന്നതിന് പകരം നമ്മൾ ചെറിയ സ്റ്റെപ്പുകൾ വെച്ചിട്ട് അതിന് തന്നെ നമ്മളെ അപ്രിസിയേഷൻ ചെയ്ത് നീ ഇത്രയെങ്കിലും ചെയ്തല്ലോ എന്ന് നമ്മളെ ഒന്ന് ബോൾഡാക്കി കൊണ്ടുവന്നാൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ താഴ്ത്തി ഒന്നിനും കൊള്ളാത്ത ഒരാളാക്കി മാറ്റാതെ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയും. നമ്മൾ പല കാര്യങ്ങളും പേടിയായിരിക്കും. പേടിയോടുകൂടി തന്നെ ആ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൽ സക്സസ് ആവാൻ കഴിയും. അതുപോലെ തന്നെ കുട്ടികളുടെ ഫ്രോക്കുകൾ അതൊക്കെ പഠിക്കാൻ ഭയങ്കര സിമ്പിളാണ്. അതും ഇതുപോലെ തന്നെ യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോകൾ ഉണ്ട്. ഞാൻ നോക്കിയെടുത്ത് എനിക്കറിയാവുന്ന കുറേ പേരൊക്കെ തന്നെ യൂട്യൂബിലൂടെ തന്നെ പഠിച്ചെടുത്ത് അവർ കുറച്ച് റിസ്ക് എടുത്ത് അവർക്ക് വേണമെന്ന് തോന്നി അവർ കുറച്ച് എഫേർട്ട് എടുത്ത് അതിലുള്ള കണക്കും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് അത് 1-2 പ്രാവശ്യം ചെയ്ത് നോക്കി നമുക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കും. പക്ഷേ നമ്മളത് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റേതായിട്ടുള്ളൊരു ഫോൾട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ 1-2 പ്രാവശ്യം ചെയ്ത് നോക്കി നമ്മളെ മിസ്റ്റേക്ക് നമുക്ക് തന്നെ അറിയാമല്ലോ. അതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രം മതി. കുഞ്ഞു കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ നമ്മൾ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് അതിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് അതും ഇതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമുക്ക് നല്ല രീതിയിൽ സെയിൽ നടത്താം. നമുക്ക് സ്റ്റിച്ചിങ് കുറച്ചറിയാമെങ്കിൽ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട മേഖല ഏതാണെന്ന് ഒന്ന് സെലക്ട് ചെയ്യുക. ഇപ്പം എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ ചുരിദാറും ബ്ലൗസും ഒക്കെ മാത്രമായിരിക്കും സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഐറ്റം തിരഞ്ഞെടുത്ത് അതിൽ കൂടുതൽ മികവ് തെളിയിച്ച് ഒരു നല്ല രീതിയിലൊരു ബിസിനസ്സാക്കി മാറ്റിയെടുക്കുക. നമ്മൾ ആദ്യമൊക്കെ കുറച്ച് പരാജയപ്പെട്ടാലും കുറച്ച് വർക്ക് കിട്ടാതിരുന്നാലും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വർക്കും കിട്ടും. നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരികയും നമ്മുടെ പേടിയും ഭയമൊക്കെ മാറുകയും ചെയ്യും. പിന്നെ നമ്മൾ കുറച്ച് ആൾക്കാരുടെ കുറ്റവും കുറവൊക്കെ മിസ്റ്റേക്കുകളൊക്കെ മനസ്സിലാക്കി അതൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ തന്നെയാണ് എല്ലാവരും ഈ ഫീൽഡിലൊക്കെ വിജയിച്ചു വന്നത്. നമ്മൾ ആരും ഒന്നും പറയാതെ നമുക്ക് എപ്പോഴും പെർഫെക്ഷനോട് കൂടി മാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ചെറിയ രീതിയിൽ അവർ മിസ്റ്റേക്കുകൾ പറയും. അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ആ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് കഴിയാനും പറ്റും. എന്താണോ നമ്മൾ തുടങ്ങിയ ബിസിനസ് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനും കഴിയും. ഇതെല്ലാം കേട്ടപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനും ഭയങ്കരമായിട്ട് സക്സസ്ഫുള്ളായിട്ടുള്ള ഒരാളായിരിക്കുമെന്ന്. അങ്ങനെയല്ല, നിങ്ങളെപ്പോലെ തന്നെ പല കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.